അപ്പോൾ നമ്മൾ ഇന്ന് കപ്പപ്പുഴുക്കും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കപ്പ ഇവിടെ ഞങ്ങൾ അടുപ്പത്തിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കുകയാണ് കപ്പ. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ഫ്രം കൊല്ലം, ഡോക്ടർ വിഘ്നേഷാണ്. ഞങ്ങളത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ സവാള ഇടാൻ പോവുകയാണ്. സവാള ഗിരി അങ്ങനെ നമ്മുടെ ഓണിയൻ നന്നായിട്ട് ഇങ്ങനെ കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് ഇടാം. ഇട് ഗൈസ്. 4 പച്ചമുളക് ഗൈസ്, ലേശം മഞ്ഞൾപ്പൊടി, അങ്ങനെ ഒരു ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷെഫ്മാരും പറയുന്നത് പോലെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി ലെമണും കൂടി ഇട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡ്രോപ്പ് ചെയ്യുന്ന ഇതാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരം ചിക്കൻ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ചിക്കൻ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് മൂടിയിട്ട് വേവിക്കാം. 1.5 വിസിലാണ് നമ്മുടെ കണക്ക്. 1 വിസിലടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് 1 വിസിലടിക്കുന്ന വരെ ലോ ഫ്ലെയിമിലിടും. അങ്ങനെ സെറ്റ്. പെട്ടെന്ന് സെറ്റ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിലോട്ട് ഒഴിക്കല്ലേ. അതാണ് നമ്മൾ കപ്പ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കൊല്ലം സ്റ്റൈലാക്കി ഞങ്ങളുടെ കപ്പ പുഴുക്കിനെ സ്മാഷ് ചെയ്ത് ഞങ്ങൾ ഇതാക്കുകയാണ്. ഇതാ ഫസ്റ്റ് വിസിൽ ഇസ് ഡൺ. തീ കുറച്ചിടാം. ഒരു ഉള്ളിയും കുറച്ച് ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചാണ് ഇത് നമ്മൾ ഈ കപ്പ പുഴുക്കിലേക്ക് ചേർക്കാൻ പോവുകയാണ് ഗൈസ്. കടിയിൽ കഴുകണമെന്ന് വെച്ചിട്ട് സംശയമുണ്ട്. കുറച്ച് കറിവേപ്പില, കടുക് താളിച്ച് കപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഭംഗിയുള്ളൊരു പാൽക്കപ്പയായി. തുറന്നപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്ന് വേവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. മൈ ഗോഡ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ പാൽക്കപ്പയും ഇത് സർവ് ചെയ്യാം പ്ലേറ്റിലേക്ക്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന പോലെയാണ് ആക്കിയിരിക്കുന്നത്. ചെറിയൊരു വമ്മനെ ചെറിയൊരു ലെഗ് പീസ് ഇങ്ങനെ നന്നായിട്ട് എടുത്തിട്ട് ചാറിങ്ങനെ എൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തൂവി. കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു. ഇതാ നമ്മൾ പാൽക്കപ്പ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഫോർമൽസ് ഒക്കെ ആയിട്ട് കുക്ക് ചെയ്ത ഷെഫ് വിഘ്നേഷ്. അയ്യോ, നല്ല പ്രശ്നമുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.